സിനിമ കണ്ടതിന് ശേഷം? അയ്യോ, അത് ഭയങ്കര അടിപൊളിയായിരുന്നു. ക്രൗഡിന്റെ റെസ്പോൺസ് ഒക്കെ നമുക്ക് ഫസ്റ്റ് തന്നെ അറിയാൻ പറ്റും. പിന്നെ സാറിന്റെ ഫിലിമിൽ ഒരു ചെറിയ ഭാഗം കിട്ടുകയെന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ബ്ലെസ്സിങ് ആണ്. ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. ആ ഒരു മാസം നാട്ടിൽ നിന്ന് ഫസ്റ്റ് ടൈം ആണല്ലോ ഇതൊക്കെ കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരുന്നു. സാർ ഭയങ്കര പേഷ്യൻ്റ് ആയിട്ട് എല്ലാം പറഞ്ഞു തന്നു, ക്ലിയർ ആയിട്ട് ഗൈഡ് ചെയ്തു. അപ്പൊ പ്രോസസ്സ് ഭയങ്കര ഈസി ആയിരുന്നു. ഇനി ബാക്കി നിങ്ങൾ പറയണം, കണ്ട് സപ്പോർട്ട് ചെയ്യണം. ന്യൂ കമേഴ്സ് ആണ്. ഉറപ്പായിട്ടും എന്റെ ഫസ്റ്റ് ഫിലിമാണ്. അപ്പൊ എന്തായാലും അത് അങ്ങനെ തന്നെയായിരുന്നു. ഇതുവരെ ഒന്നുമില്ല. ഇനി അടുത്ത് ട്രൈ ചെയ്യുന്നുണ്ട്, ഓഡിഷൻസ് ഒക്കെ കൊടുക്കും. ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ആക്ച്വലി ഒരു ന്യൂ കമർ എന്നുള്ള രീതിയിൽ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു എല്ലാ ടീമും. പിന്നെ പടം എല്ലാവർക്കും ഭയങ്കരമായിട്ട് കണക്ട് ആവുന്നതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണം, സപ്പോർട്ട് ചെയ്യണം. മോസ്റ്റ്ലി നമ്മൾ സംഗീതം അഭിചേട്ടനായിരുന്നു കോമ്പറ്റീഷൻ. പിന്നെ പുതിയ ആർട്ടിസ്റ്റായിട്ട് ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആക്ച്വലി ഡെബ്യൂ എന്ന് പറയാം. എങ്ങനെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലത്തെ രീതിയിൽ സിനിമ ആളുകൾ കണക്ട് ചെയ്യാൻ വിശ്വസിക്കുന്നുണ്ട്? തീർച്ചയായിട്ടും ഇതൊരു ഇമോഷണൽ ജേർണിയാണ്. അപ്പോൾ ഫസ്റ്റ് തൊട്ടേ നമ്മളെ ത്രില്ലടിപ്പിക്കും. അതേപോലെ ബാക്കി നിങ്ങളാണ് കണ്ടിട്ട് പറയുന്നത്. ഞങ്ങൾക്ക് ആക്ച്വലി ഭയങ്കര നിങ്ങളെ കണ്ടിട്ട് പറയും, ഓഡിയൻസ് എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയും. ബോബി സഞ്ജയുടെ ആ ഒരു കൃത്യമായിട്ട് തിരിച്ചുവരവ് നമുക്ക് സിനിമയിൽ നമുക്ക് കാണാൻ പറ്റും. സഞ്ജയ് ഇപ്പോഴും ടോപ്പ് ഓഫ് ദ ലിസ്റ്റ് ഉള്ള റൈറ്റേഴ്സ് ആണ്. റൈറ്റിംഗ് ഭയങ്കര ഗംഭീരമാണ്. നമുക്കറിയാം, പ്രൂവൺ റൈറ്റേഴ്സ് ആണ്. അപ്പം നമ്മളെ സംബന്ധിച്ച് അതൊരു വലിയ ബ്ലെസ്സിങ് ആയിരുന്നു. എല്ലാവർക്കും ഇങ്ങനെ ഒരു ടീമിനോട് വർക്ക് ചെയ്യാൻ പറ്റിയത്. താങ്ക് യു.